ക്ലാസ് തുടങ്ങിയോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇല്ല, തുടങ്ങിയിട്ടില്ല. തുടങ്ങിക്കോട്ടോ. ശരി ശരി. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിയിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. കഴിഞ്ഞു കേട്ടോ. Okay, signing ഞാൻ പറയാം. Signing. Respected ma'am, I warmly welcome you to the class and also welcome all dear friends who are joining today. Today's class will give us more information about health education. Thank you. Good afternoon all. Thought of the day. A winner is a dreamer who never gives up. Nelson Mandela. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. ഓക്കെ, കഴിഞ്ഞല്ലേ നിങ്ങൾ? പ്രെയർ എല്ലാം കഴിഞ്ഞല്ലോ? പ്രെയർ നടന്നു തീരാറായപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്ത്. നല്ല മഴയാണല്ലേ എല്ലായിടത്തും? അല്ല മാം, ഇവിടൊക്കെ നല്ല വെയില. മഴയാണ് മാഡം. അതെവിടെയാ? വെയിലെവിടെയാ? കൊല്ലം പുത്തൂര്. കൊല്ലത്തൊക്കെ മഴയില്ല, വെയിലുണ്ട്. ശരി. മഴക്കാലമാകുമ്പോഴാണ് ഈ അസുഖങ്ങൾ വരുന്നത്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹൈജീൻ കാര്യങ്ങളില്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെയായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? ഇനി എടുക്കാനുള്ളത് ഇൻസൈഡ് ദ സ്കൂളാണ്, പോർഷനാണ് എടുക്കാനുള്ളത്. അതൊന്ന് നോക്കിയിട്ട് വരണം, നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡിയാണോ? ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കണം. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. അവസരങ്ങൾ ആലിപ്പഴം പോലെയാ, എപ്പോഴും കിട്ടില്ല. യെസ്, ആരാ ഉള്ളേ? റെഡിയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കാം. മാം, ഞാൻ ട്രൈ ചെയ്യാം. ശ്രീജ്യോതി. ഇൻസൈഡ് ദ സ്കൂൾ അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിന് നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഹെൽത്തി ഏരിയയിലായിരിക്കണം സ്കൂൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ റെഗുലറായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻസും കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഹെൽത്തി റെക്കോർഡ്സ് ചെക്ക് ചെയ്യണം സ്കൂളുകളിൽ. എല്ലാ സ്കൂളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിർബന്ധമായി സൂക്ഷിക്കണം. അതുപോലെ എമർജൻസി മെഡിസിൻസ് എല്ലാം അതിനകത്ത് കരുതിയിരിക്കണം. എമർജൻസി മെഡിക്കൽ കെയറിൻ്റെ ആവശ്യമുള്ളപ്പോൾ കുട്ടികൾക്ക് അത് എത്രയും പെട്ടെന്ന് നൽകുകയും വേണം.
പിന്നെ സ്കൂൾ ക്യാൻറ്റീൻസിൽ നല്ല ഹെൽത്തി ഫുഡും ഹെൽത്തി വാട്ടറും, അതായത് നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡും ഹൈജീൻ ആയിട്ടുള്ള വാട്ടറും പ്രൊവൈഡ് ചെയ്യണം. മാം ഇത്രയും ഉള്ളൂ. ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടായിരുന്നേ. 1 മാർക്ക് ചെയ്തേക്കണ എന്താ? പേജ് നമ്പർ ആണോ? മൊഡ്യൂൾ ചെയ്താ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇൻസൈഡ് ദ സ്കൂൾ ശ്രീജ്യോതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? യെസ്, നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ സ്കൂൾ മാറ്റി വേറൊരു സ്കൂളിലേക്ക് ചേർക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ആ ചേർക്കാൻ പോകുന്ന സ്കൂളിനെ പറ്റി കുറേ കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലെ? ചുമ്മാ ഓടിക്കൊണ്ടേന്ന് ചേർക്കും. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ട നല്ല അഭിപ്രായം, അങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ച് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. കുട്ടിയുടെ ഹെൽത്തിന് തടസ്സം അല്ലെങ്കിൽ ഹെൽത്തിന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്കൂളുകളിൽ ചേർക്കാനായിട്ട്. അപ്പൊ ഇൻസൈഡ് ദ സ്കൂൾ, ആ സ്കൂളിൽ കുറെ കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട് സ്കൂള്. കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് മീൻസ് ഇവർ ഇരിക്കുന്ന ആ പ്ലേസ് വരെയും പ്രോപ്പർ വെന്റിലേഷനും എയർ സർക്കുലേഷനും ലൈറ്റും നാച്ചുറൽ സൺലൈറ്റ് തന്നെ കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം സ്കൂൾ. അല്ലാണ്ട് അടച്ചുകൂട്ടി ഇരുട്ട് പോലത്തെ റൂമുകളിലൊന്നും ആയിരിക്കരുത് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ. എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് വേണ്ടുന്ന ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. ചില സ്കൂളുകളൊക്കെ യോഗയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ചില സ്കൂളുകളിൽ അതർ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ചില സ്കൂളുകൾ പ്രെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അങ്ങനെ കുട്ടികളെ കുറച്ച് കാം ആൻഡ് പീസ്ഫുൾ ആക്കാൻ പ്രെയർ ഹെൽപ്പ് ചെയ്യും. ആ രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സ്കൂളുകളും ഉണ്ട്. പിന്നെ അവരുടെ മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ വേണ്ടുന്ന സ്പേസ്, വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള സ്കൂളുകളുണ്ട്. എനിവേ സ്കൂളുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം സ്കൂളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് റെക്കോർഡിന്റെ മെയിൻ്റനൻസ്, അതെല്ലാം സ്റ്റുഡൻസിന്റെ. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടായി കുട്ടികൾക്ക് കൂടുതലായിട്ട് വരുന്ന കണ്ണിന്റെ വിഷന്റെ പ്രശ്നവും അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ, പല്ല് കേടാവുന്ന ചാൻസസ് ചെറുപ്രായത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പീരിയോഡിക്കായിട്ട് വിഷന്റെ ചെക്കപ്പും അതുപോലെ തന്നെ ഡെന്റൽ ചെക്കപ്പും സ്കൂളുകാരെ ഓർഗനൈസ് ചെയ്യുവാണെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ PTA ഉണ്ടെങ്കിൽ PTA സ്കൂളും കൂടെ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് അവരുടെ ഒരു കോപ്പറേഷനോട് കൂടി ഈ രണ്ട് ആക്ടിവിറ്റീസും നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റുന്നതാണ്. പിന്നെ ലോക്കൽ അതോറിറ്റീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്ത് പ്രോഗ്രാംസ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ. നമ്മൾ തന്നെ ഇപ്പൊ ഹെൽത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ആസ് എ പാരന്റ്, അതായത് ഒരു ബാച്ചിൽ പറയുണ്ടായി PTA മിക്കവരും ആ ഒരു ബാച്ച് 22 ബാച്ചില കുറെ PTA പ്രസിഡന്റുമാര് ആ ബാച്ചിൽ തന്നെ ഉണ്ട്. പിന്നെ PTA മെമ്പർ ആയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ പോയിട്ട് അപ്പൊ അവർക്ക് അവിടെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ. ഇപ്പൊ സ്കൂളിൽ കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും ഇന്റർവെൻഷൻ നടത്താൻ അവർക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ ഉപയോഗിക്കാമല്ലോ. സ്കൂളുകാർക്ക് നല്ലൊരു റിസോഴ്സ് ആണല്ലോ. അങ്ങനെ ഇതുപോലെ കാര്യങ്ങൾ അറിയാവുന്ന, ശരിയായ രീതിയിൽ അറിയാവുന്നവര് PTA-യിലുള്ളവരുണ്ടെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ആവശ്യമെങ്കിൽ നല്ല സ്കൂളിൽ അതിനുള്ള അത് പ്രോപ്പറായിട്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് വെക്കണം. കാരണം കുട്ടികളാണ്, അവരിങ്ങനെ ഓടിക്കളിക്കും, അങ്ങനെ പല പല അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ശരിയായ രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന, നോൺ മീൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ടാകും. അവർക്ക് നല്ല ഹെൽത്തി ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം തന്നെ കിട്ടുകയാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവരുടെ ഫുഡും കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ ആവണം. ഇനി ഔട്ട്സൈഡ് ദ സ്കൂൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇൻസൈഡ് ദ സ്കൂളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
ഓക്കെ അല്ലേ? പിന്നെ ഔട്ട്സൈഡ് ദ സ്കൂൾ, അതിനെ പറ്റി എന്താണ്? ഔട്ട്സൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്, കുട്ടി ഇടപഴകുന്ന കമ്മ്യൂണിറ്റി എല്ലാം വരും അല്ലെ? വീടും ചുറ്റുപാടും ഒക്കെ ഔട്ട്സൈഡ് സ്കൂളിൽ വരും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ആരെങ്കിലും റെഡി ആണോ പറയാൻ? കുഴപ്പമില്ല. ഔട്ട്സൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഭയങ്കര സ്റ്റാറ്റസ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ജീവിക്കുന്ന ആ ഒരു ഏരിയ, നമ്മുടെ വീടിരിക്കുന്ന ആ ഒരു ഏരിയ, കുറെ വീടുകൾ അടുത്തടുത്ത് ഉണ്ടാവുമല്ലോ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് വിചാരിക്കാം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണെങ്കിൽ, ഈ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് റിച്ച് അങ്ങനെയല്ല കേട്ടോ. ഹെൽത്തിന്റെയും ഹൈജീന്റെയും കാര്യത്തിൽ ആളുകൾ വളരെ അവയർനെസ് ഉള്ളവരും അവരത് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ ആ ഏരിയയിലൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല. അൺടച്ച്ഡ്, അങ്ങനെയുള്ള ആളുകൾ അൺടച്ച്ഡ് ആയിരിക്കും. അതായത് അവരെ അഫക്റ്റ് ചെയ്യില്ല ഒരു അസുഖങ്ങളും. ഒരു എന്തെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക്, ഒരു ഇൻഫെക്ഷൻ വന്നാൽ പോലും അവരെ അത് അഫക്റ്റ് ചെയ്യില്ല. കാരണം അവിടെ എല്ലാ ഹൈജീൻ, ഹെൽത്ത് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിലാണെങ്കിൽ. പക്ഷെ ഇത് ഒറ്റയ്ക്ക് ആ ഒരു ചെറിയ ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഒരു വീട്ടുകാരെല്ലാം ശ്രദ്ധിക്കുന്നു, തൊട്ടടുത്ത വീട്ടുകാര് ഹൈജീന്റെ കാര്യത്തിൽ ശ്രദ്ധയൊന്നും വരുത്തുന്നില്ലെങ്കിൽ അത് സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളാണല്ലേ. എയർബോൺ ഡിസീസസ് ഉണ്ടാകും അല്ലെ? വെള്ളത്തിൽ അത് അഴുക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും വെള്ളത്തിലൂടെയും അസുഖങ്ങൾ പകരാം. പിന്നെ ഈച്ച, ഫ്ലൈസ് ഭയങ്കര കാരിയേഴ്സ് ആണ് ഈ അസുഖങ്ങൾ വരുന്നതിൽ. അപ്പൊ ഇങ്ങനെയെല്ലാം ഉണ്ടാകാം. ഒരു വീട്ടുകാർ മാത്രം വൃത്തിയോടെ എന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കോപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി, എല്ലാ ആളുകളും ഒരുപോലെ ഹെൽത്തിനും ഹൈജീനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനനുസരിച്ചുള്ള ശീലങ്ങളും ചിട്ടയും പാലിച്ച് ആണെങ്കിൽ മാത്രമാണ് ആ സൊസൈറ്റി തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. അത് മാത്രമല്ല ഗവൺമെന്റിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും വേണ്ടതായിട്ട് വരും. വേസ്റ്റ് മാനേജ്മെന്റ്, അത് ഗവൺമെന്റ് അവരുടേതായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സപ്പോർട്ട് അതും വേണ്ടതായിട്ട് വരും. ഇനി സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, നമ്മൾ ഈ സാനിറ്റേഷൻ കൂടുതലായിട്ട് നമ്മൾ കേട്ടത് കോവിഡ് ഔട്ട് ബ്രേക്കിന്റെ സമയത്തായിരുന്നു അല്ലെ? കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഒരു വ്യക്തി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ കേട്ടോ, പിന്നീട് അത് സാധാരണ ഒരു അസുഖം പോലെ ആയിക്കഴിഞ്ഞു. അത് മുഴുവൻ ക്ലോസ് ചെയ്ത ആൾക്കാരെ, ഇവാക്യുവേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റി അവിടെ ഫുൾ സാനിറ്റൈസ് ചെയ്യും. ഒരു പ്രാവശ്യം ഒന്നുമില്ല, 2-3 തവണ സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് അത് ഉപയോഗിക്കുക. പിന്നെ ആളുകൾക്ക് തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഒരു സിറ്റി ഡേർട്ടി ആണെങ്കിലും ആ സിറ്റി ആ ഒരു സ്കൂളിലാണ് നിൽക്കുന്നത്, സ്കൂള് ഈ സിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഫുഡ് ആൻഡ് ക്ലോത്ത്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിരിക്കണം. ജങ്ക് ഫുഡ് ഒക്കെ ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, നമ്മുടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യണം. കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തില് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ? പ്രോട്ടീൻസ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, സമീകൃത ആഹാരം എന്നൊക്കെ നമ്മൾ പറയാനുള്ള വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ആവശ്യത്തിന് ഫാറ്റ് വേണം, മിനറൽസ് വേണം. അങ്ങനെ ഈ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ച സമയത്ത് കോൺസ്റ്റിപ്പേഷന്റെ കാര്യങ്ങൾ അങ്ങനെ വായിക്കുമായിരുന്നു കേട്ടോ. മോഷൻ പോകാതെ വല്ലാത്ത അവസ്ഥ വരുന്നത് അതില് വെള്ളം കുടിച്ചത് കൊണ്ടോ ഫ്രൂട്ട്സ് നിറയെ കഴിച്ചത് കൊണ്ടോ മാത്രം ശരിയായ രീതിയിൽ ഡൈജഷൻ നടന്നത് പോകില്ല. ആവശ്യത്തിനുള്ള ഫാറ്റും കൂടെ ഉള്ളിൽ ചെല്ലണം. ഒരു ലൂബ്രിക്കന്റ് പോലെയാണല്ലോ ഫാറ്റ്, ഒരു ഓയിലി ഇത് ആണല്ലോ. അപ്പൊ ഒരു ഫാറ്റും കൂടെ ചെന്നാൽ മാത്രമാണ് ഈ മോഷൻ ശരിയായ രീതിയിൽ പോകുള്ളൂ എന്നുള്ള രീതിയിൽ. ഞാനത് ആ ആർട്ടിക്കിൾ വായിക്കാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷന്റെ ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര ആൾക്ക് വയ്യാണ്ടായിപ്പോയി. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഈ കോൺസ്റ്റിപ്പേഷന്റെ അതിന്റെ ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കുകയും നമുക്കൊരു പ്രായം അങ്ങ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബോഡിയിലെ മെറ്റബോളിസം ആ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് ഓരോ പ്രായം ചെല്ലുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. 20 വയസ്സിലെ പോലെ ആയിരിക്കില്ല 30 വയസ്സ് കഴിയുമ്പോൾ, 40 വയസ്സ് കഴിയുമ്പോൾ, 50 വയസ്സ് കഴിയുമ്പോൾ. ഒരു 40+ ഒക്കെ ആകുമ്പോൾ എന്തായാലും ഫൈബർ റിച്ച് വരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. ഈ ഫ്രണ്ടിന് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആള് വളരെയധികം ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കാര്യം മുതലാളിയാണെങ്കിൽ തൊഴിലാളികളുടെ ഒപ്പം നിന്ന് ജോലി ശരിക്കും ആ ഒരു ഫിസിക്കലായിട്ട് തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വൈകിട്ട് വീട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ടിന്റെ അവിടെ വിസിറ്റ് ചെയ്തു. ഫ്രണ്ടിന്റെ അവിടെ നോൺ വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഫ്രണ്ടിന്റെ അവിടെ വിസിറ്റ് ചെയ്തപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്നൊരു മീറ്റ് കഴിച്ചു.
അത് കഴിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട്ടിലും വേറൊരു മീറ്റ്, ചിക്കൻ. അപ്പൊ 2 ടൈപ്പ് മീറ്റാണ് കക്ഷി ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചിരിക്കുന്നത്. നമ്മൾ രാത്രി ഭക്ഷണം എപ്പോഴും ലഘുഭക്ഷണം ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ, പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ആകണം. കാരണം നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചാൽ എന്തായാലും നമ്മൾ 2 hours ഉറങ്ങും. അപ്പൊ അങ്ങനെ കക്ഷി എന്ത് ചെയ്തു, ഈ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു, കിടക്കുകയും ചെയ്തു. ഒന്ന് നടക്കുക പോലും ചെയ്തില്ല, ഒരു 10 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, വേഗം തന്നെ പോയി കിടന്നു. പറയാണ് രാത്രി ഒരു 12 മണിയായപ്പോഴേക്കും ഒരു അസ്വസ്ഥത വന്നു, വയറിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു അസ്വസ്ഥത വന്നിട്ട് ഒരു റംബ്ലിങ് ടംബ്ലിങ് എന്നുള്ള രീതിയിൽ വയറിനകത്ത് വല്ലാത്ത ശബ്ദവും ആ രീതിയിലൊരു അസ്വസ്ഥത വന്നു. പിന്നെ എണീറ്റിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. ഈവൻ സംസാരിക്കുമ്പോ തന്നെ ആ ബുദ്ധിമുട്ട് ഇങ്ങനെ വരുക. അപ്പൊ അങ്ങനെ പറ്റിയത് ഇതാണ്, ആ രാത്രി ഡൈജസ്റ്റ് ആയില്ല കഴിച്ച ഭക്ഷണം. പൊതുവെ മീറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 24 to 48 hours എടുക്കും ഡൈജസ്റ്റ് ആകാനായിട്ട്. അത് നമ്മൾ തന്നെ നല്ല ഹൈജീനായിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു 3 ദിവസം വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ ഒരു ആർട്ടിക്കിൾ ഇതിന്റെ അടുത്ത് ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫാറ്റ് ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ ചെല്ലണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടുകൂടി കൊഴുപ്പ് ഉണ്ടെങ്കിലും. അതാണ് നമ്മളുടെ ഈ ഹ്യൂമൻ വേസ്റ്റ് പ്രോപ്പറായിട്ട് പുറത്തേക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ഫാക്ടർ. അങ്ങനെ അത് പറയുമായിരുന്നു. പിന്നെ പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും ഈ മെനോപോസ് ആ ഒരു പീരീഡ്സ് ഒക്കെ തീർന്ന് അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും ഉണ്ടായി യൂട്രസ് റിമൂവ് ചെയ്ത അങ്ങനെ കുറെ പേരുണ്ടാവുമല്ലോ അങ്ങനെ രീതിയിൽ, അവരൊക്കെ നട്ട്സും അതുപോലെ തന്നെ സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് അത് കോസ്റ്റ്ലി ആണല്ലേ, ഈ കാഷ്യൂനട്ടും ബദാമും ഒന്നും എല്ലാ ദിവസവും ഒന്നും വാങ്ങിച്ചൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം കിട്ടുന്ന സമയത്ത് വാങ്ങിച്ച് അത് ദിവസം ഒരു 3-4 എണ്ണം വെച്ച് കഴിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുവാണെങ്കിൽ നല്ലത്. അപ്പൊ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതുപോലെ തന്നെ ഈ പംകിൻ സീഡ്. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മത്തങ്ങയുടെ കുരു ദൂരം കഴിച്ചിട്ടുണ്ടല്ലോ, ഞാനൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ സൺഫ്ലവർ സീഡ്സ് ഒക്കെ ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ കാണാൻ പോകുമ്പോഴേക്കും നമുക്കിപ്പോ എന്തെങ്കിലും, ഞാൻ ഒരു പ്രാവശ്യം കണ്ണിന് ഡ്രൈനെസ് ആയിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടു. അപ്പൊ ഡോക്ടർ എനിക്ക് ഓയിൽമെന്റ് തന്നിട്ട് ഒപ്പം തന്നെ എന്നോട് പറഞ്ഞത് ഭക്ഷണത്തിൽ സീഡ്സ് ഉൾപ്പെടുത്തുക. നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, കണ്ണിനൊരു ഡ്രൈനെസ് വരുമ്പോൾ സീഡ്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ റെഗുലർ ആയിട്ട് ചെല്ലുവാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. സീഡ്സ് ഉൾപ്പെടുത്തുക എന്ന് പറയട്ടെ. ഇനി മത്തങ്ങയൊക്കെ വാങ്ങുമ്പോൾ കുരുവൊന്നും കളയണ്ട, നല്ലപോലെ കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഇങ്ങനെ പൊളിക്കാൻ എളുപ്പമായിരിക്കും. ഉണക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ നല്ലത്. കാശ് കൊടുത്ത് മത്തങ്ങയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. ബാക്കിയുള്ളതൊക്കെ പിന്നെ സൺഫ്ലവർ സീഡ്സ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടാൻ കഴിയില്ല. ഫ്ലാക്സ് സീഡ്സും ചിയ സീഡും ഒക്കെ നമ്മൾ വാങ്ങുക തന്നെ വേണം. മത്തങ്ങയൊക്കെ നമുക്ക് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫുഡ് ആൻഡ് ക്ലോത്ത് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലോത്ത് കുട്ടികൾക്ക്, അവൻ ചെറിയ കുട്ടിയല്ലേ, വെറുതെ വാങ്ങിച്ച് അത് ചെറുതായി പോകും, അതുകൊണ്ട് ഒരു അപ്പർ സൈസ് വാങ്ങും ചില പാരന്റ്സ്. കുട്ടിക്ക് അത് വളരെ ലൂസായിരിക്കും, അല്ലെങ്കിൽ ചേട്ടന്റെ പഴയ ഡ്രസ്സ് ഇടും, അതും ലൂസായിരിക്കും. കറക്റ്റ് കുട്ടിയുടെ അളവിനുള്ള ഡ്രസ്സ് ഇടിക്കുക, അതാണ് വേണ്ടത്. കാരണം അല്ലെങ്കിൽ അത് ലൂസ് ഡ്രസ്സ് അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും. ക്ലോത്ത്സ് എപ്പോഴും അവന്റെ കറക്റ്റ് സൈസിലുള്ളതായിരിക്കണം. നൈദർ ടു ടൈറ്റ് നോർ ടു ലൂസ്. അധികം ലൂസോ അധികം ടൈറ്റോ ആകുന്നത്. ടൈറ്റ് ആയാലും കുട്ടികൾക്ക് അസ്വസ്ഥതയാണ്. മിക്കവാറും ട്രൗസർ അല്ലെങ്കിൽ പാന്റ് അല്ലെങ്കിൽ സ്കേർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ബോഡിയുടെ അവിടെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എയർ സർക്കുലേഷൻ ഇല്ലാതെ അവർക്ക് സ്കിന്നിന് ഇറിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ഒരു ട്രെയിനിങ് ഒരു ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് ഒരു സ്കൂളിൽ പോയപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്തതാണ് ക്ലാസ്സിൽ വന്ന്. അത് ടീച്ചിങ് പ്രാക്ടീസിന് പോയെങ്കിലും ആ ടൈമിൽ സ്കൂളിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ടൈമിൽ ക്ലാസ്സിൽ കയറാറുണ്ട്. അങ്ങനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞതാണ്. ഒരു വീട്ടിൽ നിന്ന് 2 ബോയ്സ് സ്കൂളിൽ വരും. ഈ 2 ബോയ്സ് വരുന്നത് അച്ഛനും അമ്മയും ജോലിയുള്ളവരാട്ടോ. ഫിനാൻഷ്യലി ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. ഈ ചെറിയ മോൻ, മൂത്ത മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ചെറിയ മോൻ LKG അങ്ങനെയാണ്. ചെറിയ മോൻ ഇടുന്നത് ചേട്ടന്റെ ഡ്രസ്സാണ്. അത് അവന് ലൂസായിരിക്കും. അവൻ ഓടുമ്പോ ട്രൗസർ ഊരിപ്പോവും. അപ്പൊ ബാക്കി കുട്ടികളൊക്കെ അവനെ കളിയാക്കും. പിന്നെ ഇവര് ലഞ്ച് കൊണ്ടുവരും, പക്ഷെ വെള്ളം കൊടുത്തു വിടില്ല പാരന്റ്സ്. വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടില്ല.
പലതവണ പാരന്റ്സിനെ ഇൻഫോം ചെയ്തു, വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടണം, കുട്ടിക്ക് പ്രോപ്പർ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു വിടണം. മുടിയൊക്കെ വളരെ മോശമായിട്ട് ചീകാതെയും അങ്ങനെ ഇങ്ങനെ കുളിപ്പിക്കാതെയൊക്കെയാണ് ചില സമയത്ത് വിടുന്നത്. ഇതൊക്കെ പലതവണ പാരന്റ്സിനെ വിളിച്ചു പറഞ്ഞിട്ടും പാരന്റ്സ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ എന്നോട് ചോദിച്ചു എന്താ മിസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പാരന്റ്സിനെ വിളിച്ചിട്ട് അവരോട് പറയുക, കുട്ടിയെ ഇനി ഈ രീതിയിൽ തന്നെയാണ് വിടുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കേണ്ടതായിട്ട് വരുന്നു പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ട്രെയിനിൽ ചെന്ന് ഈ കുട്ടികളുടെ ടീച്ചറെ, ടീച്ചിങ് പ്രാക്ടീസിന് പോയതാണല്ലോ, ടീച്ചറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പാരന്റ്സിനെ വിളിച്ചിട്ട് ഇനി കുട്ടിക്ക് പ്രോപ്പർ ഡ്രസ്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും ലഞ്ചും ശരിയായ രീതിയിൽ കൊടുത്ത് കുട്ടിയെ കുളിപ്പിച്ച് വിടാതിരിക്കുവാണെങ്കിൽ ഞങ്ങൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങി കുട്ടികളെ നല്ല നീറ്റായിട്ട് നല്ല പോലെ ഡ്രസ്സ് ചെയ്ത് വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കാൻ പറഞ്ഞു വിട്ടു. അവർക്കത് പറ്റാഞ്ഞിട്ടല്ല, അല്ലെ, ശ്രദ്ധിക്കുന്നില്ല. പാരന്റ് സൈഡിൽ നിന്ന് വന്ന ഒരു അശ്രദ്ധ, അറിഞ്ഞുകൊണ്ടുള്ള അശ്രദ്ധ എന്നല്ല, അറിയാത്തതല്ലല്ലോ. സ്വന്തം കുട്ടികളെ നല്ല വൃത്തിയായി വിടുക എന്നുള്ളത് നമ്മൾ ഏത് മാതാപിതാക്കളും ചെയ്യുന്നതല്ലേ. അവരത് ശ്രദ്ധിച്ചില്ല, വെറുതെ ഒരു ഇത് പറഞ്ഞതാണ്. ഇങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുന്നു, അത് എന്തായാലും വിജയിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ട്രെയിനീസിന് നല്ല ഇടപെടലുകൾ നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട് പല സ്കൂളുകളിലും. നെക്സ്റ്റ് ഹൗസ്, ഔട്ട്സൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ വീട് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണല്ലോ, അല്ലെ. വീടിന്റെ ലൊക്കേഷൻ അതെല്ലാം ആളുകളുടെ ഹെൽത്തും എന്നൊക്കെ വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഒന്നാണ്. വീട്ടിലും നല്ല വെന്റിലേഷനും നല്ല സൺലൈറ്റ് ശരിക്കും ഒരു അണുനാശിനി തന്നെയാണ്. കുറേ അണുക്കള് നശിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത്? വേഗം തന്നെ ജനലും വാതിലും ഒക്കെ തുറന്നിടും, അല്ലെ. നല്ലപോലെ സൂര്യപ്രകാശം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ജനലും വാതിലും ഒക്കെ തുറന്നിടും. ചില ആളുകൾ പുറത്ത് നിന്ന് കുറച്ചു നേരം വെയിലൊക്കെ കൊണ്ട് വരും. അമ്മമാര് അമ്മയാകുന്ന സമയത്ത്, പ്രഗ്നന്റ് ആവുന്ന സമയത്ത് കുറച്ചു നേരം വെയിൽ കൊള്ളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവരെ ആ ഒരു വെയിൽ കൊള്ളേണ്ട സമയത്ത് പുറത്തൊക്കെ ഇറക്കാറുണ്ടല്ലേ. അങ്ങനെ നല്ല പോലെ വെന്റിലേഷനും സൺലൈറ്റും സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. അറ്റ്മോസ്ഫിയർ ചുറ്റുപാട് നല്ല നീറ്റും അൺഹെൽത്തി കണ്ടീഷൻസ് ഇല്ലാത്ത ഒന്നുമായിരിക്കണം. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ വീടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോം അപ്ലയൻസസ്, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്റീരിയർ എപ്പോഴും നീറ്റും ക്ലീനും ആയിരിക്കണം. കുട്ടികൾ അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്ന് കുട്ടികളെ ഫ്രീ ആക്കുന്ന രീതിയിൽ, കാരണം അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കണം. ആ രീതിയിൽ എപ്പോഴും നമ്മളുടെ ക്ലൈമറ്റ് അനുസരിച്ച് എപ്പോഴും ഡസ്റ്റ് ഉണ്ടാവാറുണ്ട്. മഴക്കാലത്ത് മാത്രമാണ് അതിൽ കുറച്ച് കുറവ് വരും. എന്നാലും മഴക്കാലത്ത് നോക്കിയാൽ കാണാം ഒരുമാതിരി മോയിസ്റ്റ് പോലെ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നീറ്റ് ക്ലീൻ ആക്കണം. കർക്കിടക മാസം ആവുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി വീട് മുഴുവനും ഒരു ക്ലീനിങ്, അല്ലെ. ആ ഒരു ഡീപ്പ് ക്ലീനിങ് എപ്പോഴും ഇടയ്ക്കൊന്ന് ചെയ്യുന്നത്, ദിവസവുമുള്ള ക്ലീനിങ് നോർമൽ ആയിട്ടുള്ളതും ഡീപ്പ് ക്ലീനിങ് ഇടയ്ക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. നെക്സ്റ്റ് ഇനി റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും റെഡിയാണോ? ഔട്ട്സൈഡ് ദ സ്കൂൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ. പറയും മാം. കുട്ടികൾ എപ്പോഴും സ്കൂളിലേക്ക് വരുമ്പം ചിലപ്പം they won't cut their nails, then uniform neat and tidy ആയിരിക്കില്ല. So in my school, when I was in high school, school head teachers, they used to fix fine for untidy dress ഒക്കെ ഇട്ടിട്ട് വന്നാല്, യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വന്നാല് 5 rupees ഫൈൻ ആയിരുന്നു. അപ്പോൾ they used to dress well, all students. That is compulsory in my school campus. You should come neat and tidy, and your nail should be adu mottham clean and neat ആയിരിക്കണം. You should not put nail polish also. So അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് എൻ്റെ സ്കൂളിൽ ഞാൻ കണ്ടത്. എപ്പോഴും ഇൻസ്പെക്ഷൻ ആയിരിക്കും. ആഫ്റ്റർ അസംബ്ലി they used to check all the students uniform and their hygiene, even hair also. ഇവര് മുടി വെട്ടിയില്ല, ആൺകുട്ടികൾ മുടി വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫൈനാണ്, 5 rupees or 10 rupees. ആൻഡ് അറ്റ് ദാറ്റ് ടൈം 5 rupees ആയിരുന്നു ഫൈൻ ഉണ്ടായിരുന്നത്. പിന്നെ ഈവൻ ഗേൾസ് 2 സൈഡിലും ഇങ്ങനെ കെട്ടിയിട്ട് വരണം എന്ന് പറയും. ഹെയർ ഇങ്ങനെ ലൂസായിട്ട് അഴിച്ചു വിടരുത്, 2 സൈഡിൽ കെട്ടിയിട്ട് വരണം.
ആൻഡ് മുഖത്ത് ഈവൻ പൊട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതടക്കം അവർ അത്രയും എന്താ പറയുക ഒബ്സർവ് ചെയ്ത് അവർ എല്ലാ സ്റ്റുഡൻസിനും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. ഈവൻ പാരന്റ്സിനെ വിളിപ്പിക്കും, എന്താ ഈ കുട്ടി ഇങ്ങനെ വരുന്നതെന്ന്. അപ്പൊ തന്നെ അവര് വിളിച്ച് നാളെ വന്നോളണം എന്ന് പറഞ്ഞിട്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യവും. അപ്പൊ എനിക്കന്ന് തോന്നിയില്ല അത് എന്താ ഇവരിങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് എന്ന്. അന്ന് എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ബട്ട് അത് കമ്പൽസറി ആയിരിക്കണം എല്ലാ സ്കൂളുകളിലും. അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ശിരീഷ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അപ്പൊ ചില സ്കൂളുകാര് അത് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടല്ലേ, അവര് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെ മോന്റെ സ്കൂളിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയും ഇങ്ങനെ ഫൈൻ, അതിപ്പോ ഈ കാര്യത്തിലല്ല വേറെ പല, ടൈ കെട്ടിയില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഷൂട്ടില്ല, ഫൈൻ. എന്നിട്ട് പാരന്റ്സിനോട് പറയും നിങ്ങൾ ആ ഫൈൻ കൊടുക്കരുത്, തരില്ല എന്ന് തന്നെ പറയണം. അപ്പൊ പിന്നെ അവര് മറ്റേതെന്താ, ഫൈൻ എന്തായാലും വീട്ടിൽ നിന്ന് കാശ് തരും അതുകൊണ്ട് കൊടുത്തേക്കാം, ഞങ്ങൾ ശരിയാവില്ല, ആ രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ കൊടുക്കരുതെന്ന് പറയും. പാരന്റ്സ് ഇവിടുന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കാതിരിക്കും, സ്കൂളുകാർ സ്ട്രിക്റ്റ് ആയിട്ട് ഫൈൻ വേണമെന്ന് പറയും. അപ്പൊ പിന്നെ കുട്ടിക്ക് പിന്നെ എന്തായാലും അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് കാശ് തരില്ല, സ്കൂളിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെയും പറയുമ്പോഴേക്കും അവര് തന്നെത്താൻ ഇങ്ങനെ മാറും എന്നുള്ള രീതിയിലൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കൂളിന്റെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിങ്ങനെ പറഞ്ഞു പോയില്ലേ. നമ്മൾക്ക് എവിടെയെങ്കിലും സ്കൂളിൽ ഇത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ചെയ്യണം. അതായത് നമ്മളിലൂടെ ആ ഒരു അവയർനെസ് സ്കൂളിലെ കുട്ടികളിൽ എത്തിക്കുകയാണ്, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ്. അപ്പൊ സ്കൂളിന്റെ റോൾ എന്താന്നുള്ളതാണ്. സ്കൂളില് പല ഹെൽത്ത് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചുമ്മാ വലിയൊരു ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, അവർക്കെല്ലാം വിഷ്വലിലൂടെ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഒക്കെ അത് നമ്മളൊരു റൈംസ് പോലെ അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി പോലെ അങ്ങനെ നമ്മൾ കൈകൊണ്ട് അങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസ് എല്ലാം കാണിച്ച് അങ്ങനെയൊക്കെ അവരിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവർ പിന്നെ ചെയ്യുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഇത് തന്നെയായിരിക്കും അവരുടെ ശ്രദ്ധ. അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക്, കുറെ വാല്യൂസും മെസ്സേജസും അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. സ്കൂൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇതാരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സോ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ ആ സ്കൂൾസ് തുടങ്ങി ആ ഒരു പോയിന്റ്സ് ഇങ്ങനെ ആരോ ആയിട്ട് എഴുതിയിരിക്കുന്നവരെ? വായിക്കും. The roles of school in health education. Schools have a vital role to play in developing health awareness among the children. The sense of hygiene or well-being should last in the whole life of the individual. School should assert on cleanliness and neatness along with the sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having. Keep personal hygiene by maintaining neatness and cleanliness. Regular toilet habits. Brushing teeth twice a day. Using the toilet properly. Washing oneself whenever necessary, especially after play, journey, etc. Also developing these habits, the school must take care in providing children with healthy, balanced food. Developing social habits of eating, drinking, and using public places, etc. Various agencies for improving health education are books, charts and posters showing proper hygiene situation, chart including the rules of healthy living, feature film, radio programs, etc. When it comes to the level of the small children, they learn many things by role modeling. So teachers and other adults who collaborate with them can show good health habits in school, particularly in usage of toilets, washing hands before eating something, etc. ഓക്കെ, താങ്ക് യു. ഓക്കെ, അലീഷയെ വായിച്ച കാര്യങ്ങളിലേക്ക് ആഡ് ചെയ്ത് എന്തെങ്കിലും പറയാനോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനോ ആരെങ്കിലും റെഡിയാണോ പ്രസന്റ് ചെയ്യാൻ? ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ സ്കൂളിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് അല്ലെ, കുട്ടികളിൽ ഹെൽത്തി
ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്, ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഡെവലപ്പ് ചെയ്യുന്നതിന് സ്കൂളുകൾക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയുണ്ട്. ഹൈജീൻ ആയിട്ട് നമുക്കറിയാം, ചെറുപ്പകാലങ്ങളിൽ ശീലിക്കുന്നതാണ് അത്. നമുക്ക് നമ്മളുള്ളിടത്തോളം കാലം അത് നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പൊ നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ കിട്ടുവാണെങ്കിൽ അത് കുട്ടികളിൽ അത് എത്ര വലുതായാലും അവരിൽ ആ ശീലങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. ഈ നല്ല ശീലങ്ങൾ വീട്ടിൽ നിന്ന് ചിലപ്പോ ശരിയായ രീതിയിൽ കിട്ടണം എന്നില്ല. കാരണം കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മോർ ആക്റ്റീവ് സ്കൂളിലാണ്. വീട്ടില് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം വളരെ കുറവാണ്. അപ്പൊ സ്കൂളിൽ നിന്നും ഇങ്ങനെയുള്ള നല്ല ഗുഡ് മാനേഴ്സ്, ഗുഡ് വാല്യൂസ്, നല്ല മെസ്സേജസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു സെൻസ് ഓഫ് ഹൈജീൻ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക ത്രൂ ഔട്ട് അവരുടെ ഹോൾ ലൈഫിൽ ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ആ ഒരു ക്ലെൻലിനെസ്, നീറ്റ്നെസ്, അങ്ങനെയുള്ള ഹൈജീനിനെ കുറിച്ചുള്ള ആ ഒരു സെൻസ്, എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്നും കുട്ടികളിലേക്ക് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷന് സ്കൂളില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് പല ഹെൽത്തി ഹാബിറ്റ്സും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. സ്കൂളുകളിൽ പലപ്പോഴും ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ആ ഒരു നിങ്ങൾ ചെയ്തില്ലേ, പ്ലക്കാർഡ്സ് പോലെ ചെയ്യാനായിട്ട് തുടങ്ങിയോ, ചാർട്ട് പേപ്പറിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സ്കൂളിൽ നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്കത് പ്രസന്റ് ചെയ്യാം, കുട്ടികളിലേക്ക് അതിന്റെ ആ ഒരു അവയർനെസ് കൊടുക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും കയ്യും വായും നല്ലതുപോലെ കഴുകണം. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, നീറ്റ്നെസ്സും ക്ലീൻനെസ്സും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. റെഗുലർ ആയിട്ടുള്ള ടോയ്ലറ്റ് ഹാബിറ്റ്സ്, അത് ആ ഒരു പൊട്ടി ട്രെയിനിങ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ളത് പാരന്റ്സ് 3 വയസ്സിന് മുമ്പേ തന്നെ കുട്ടീനെ സ്കൂളിൽ അയക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ 2 നേരവും ബ്രഷ് ചെയ്യുന്നത്, പുവർ ഡെന്റൽ ഹൈജീൻ ഒക്കെ ആയിരിക്കും പലപ്പോഴും കുട്ടികൾക്ക്. അപ്പൊ അത് നല്ലപോലെ 2 നേരവും ബ്രഷ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും, പിന്നെ ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ. അതായത് അവര് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കയറുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉണ്ടാകരുത്. ആ രീതിയിൽ അവര് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിട്ട് വേണം വരാനായിട്ട്. പിന്നെ കളിക്കാനോ പുറത്ത് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഒന്നുകിൽ കുളിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൈയും കാലും മുഖമെങ്കിലും നല്ല രീതിയിൽ കഴുകുക എന്നുള്ളതാണ്. പണ്ടൊക്കെ വീടുകളിൽ ടാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു പുറത്ത് സ്റ്റെപ്പിൽ ഒരു കിണ്ടിയിൽ ഒരു വെള്ളം വെച്ചിട്ടുണ്ടാവൂലേ, പുറത്ത് പോയിട്ട് വരുന്നവര് കാല് കഴുകിയിട്ടായിരിക്കും അകത്തേക്ക് കയറുന്നത്. ആ ഒരു ഹൈജീന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹാബിറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരിക, അതിന് വേണ്ടിയിട്ട് സ്കൂൾ പ്രത്യേകം കെയർ എടുക്കണം. പിന്നെ കുട്ടികൾക്ക് ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് സ്കൂളിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണങ്ങളും ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്. കുട്ടിക്ക് നല്ല ജങ്ക് ഫുഡ് അല്ലാത്ത, ഫാസ്റ്റ് ഫുഡ് അല്ലാത്ത ഹെൽത്തി ഫുഡ് വീട്ടിൽ കുക്ക് ചെയ്ത് തന്നെയാണെങ്കിൽ അത്രയും നല്ലത്. വീട്ടിൽ നമ്മൾ നല്ല ഹൈജീൻ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ ഹാബിറ്റ്സ്, അതായത് നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ, ഒരു ഫംഗ്ഷന് പോവുകയാണെന്ന് വിചാരിക്കുക, അപ്പം അത്രയും ഫുഡൊക്കെ വെച്ചിട്ടുണ്ടാവും. ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് അത് ഉപയോഗിക്കാൻ, പബ്ലിക് പ്ലേസ് ചെല്ലുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് കുട്ടികളെ അവെയർ ചെയ്യാം. ഓക്കെ, ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലെ, കുഞ്ഞുങ്ങളിങ്ങനെ വളരെ ചിലര് കുറെ എടുത്തിട്ടങ്ങ് വേസ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ കാഴ്ചയില്ലാന്ന് തോന്നുന്നു. കുട്ടികൾ അവർക്ക് ആവശ്യത്തിന് അവർക്ക് അറിയാം, അവരതെടുത്ത് അത്രയും മാത്രമേ അവരെ ഉപയോഗിക്കുള്ളൂ, വേസ്റ്റ് ആക്കില്ല. അങ്ങനെ കുട്ടികൾ അങ്ങനെ അമിതമായിട്ട് ഇതാക്കുന്നത് ഇപ്പൊ കുറെ കാണുന്നില്ല. മേ ബി സ്കൂളിൽ നിന്നുള്ള നല്ലൊരു ഗൈഡൻസും വീട്ടിൽ നിന്നുള്ള ഗൈഡൻസും ആയിരിക്കാം. ഞാൻ നിങ്ങളുടെ ബാച്ചിലാണോ പറഞ്ഞത്, ഒരു ഫംഗ്ഷന് പോയപ്പോ 2 ആൺകുട്ടികള് ഞാനിങ്ങനെ കണ്ടുവന്നു. ഒരു 5-6 വയസ്സ് അത്രയും ആയിട്ടില്ല, അത്രയും ഉള്ള 2 ആൺകുട്ടികള് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞിരുന്നോ? ഇല്ല മാം. വേറൊരു ബാച്ചിൽ ഇതേ ടോപ്പിക്കാണ് പോകുന്നത്. ഞാൻ കണ്ടത്, ഞാനൊരു മാരേജ് റിസപ്ഷന് പോയതാണ്. ഞാനും ഉണ്ട്, എന്റെ മോളും ഉണ്ട്, മോനും ഉണ്ട്. അപ്പൊ ഇപ്പൊ റിസപ്ഷനൊക്കെ ബുഫേ മോഡലാണല്ലോ, പല കോഴ്സാണ് ഫുഡ്. ചിലയിടത്ത് ലൈവ് ആയിട്ടുണ്ടാവും, ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നു, അപ്പം ഉണ്ടാക്കുന്നു, പിന്നെ പലതരത്തിലുള്ള ചായകൾ പല പല കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരിക്കും, ഡെസേർട്ട് വേറെ ഭാഗം ഉണ്ടായിരിക്കും, മെയിൻ കോഴ്സ് റൈസും എന്തെങ്കിലും കറികളും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാം. അപ്പൊ അങ്ങനെ ചെന്നപ്പോ അങ്ങനെ ഇതുപോലെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആള് കഴിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളിങ്ങനെ പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ എടുത്തിട്ട് കഴിച്ചു. മോളും എടുത്തു കഴിച്ചു. ഞങ്ങളുടെ പ്ലേറ്റിലും വലിയ വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, പിന്നെ മുളകിന്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ, സെറാമിക് പ്ലേറ്റ് ആണ്, ഈ മറ്റേ ഒരു വലിയൊരു എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ ഒരു
കണ്ടെയ്നർ പോലെ ഒരു സാധനം വെക്കും ഈ പ്ലേറ്റ് അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് തന്നെ വേസ്റ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് ഒന്നതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിലേക്ക് ഇങ്ങനെ ഈ പ്ലേറ്റ് ഇങ്ങനെ ഇറക്കി വെക്കണം. ഇത് വെച്ചിരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടേബിള്, ഈ ടേബിള് ഭിത്തിയോട് ചേർത്തിട്ടേക്കുക. എന്നിട്ട് ഈ കണ്ടെയ്നർ, പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആ ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുക. അപ്പൊ കൈക്ക് അത്യാവശ്യം നീളമുള്ളവർക്കാണ് അങ്ങോട്ട് എത്തുള്ളൂ. അപ്പൊ ഈ ഞങ്ങൾ ഇങ്ങനെ പ്ലേറ്റ് വെക്കാനായിട്ട് പോയപ്പോ ഞങ്ങളുടെ മുന്നിൽ 2 ചെറിയ ആൺകുട്ടികൾ കേട്ടോ, ഒരു 5 വയസ്സ് അത്രയും ഉണ്ടാവുള്ളായിരിക്കും. അപ്പൊ ഈ കുട്ടികളുടെ കൂടെ വേറെ വലിയ ആൾക്കാരെ ഒന്നും കാണുന്നൊന്നുമില്ല. ഇവരുടെ പ്ലേറ്റിലും ഞാൻ നോക്കിയപ്പോൾ വേസ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല. അത് ചെറിയ മുളകോ അങ്ങനെ എന്തോ ഉള്ളത് അവർ ആ വേസ്റ്റിന്റെ അകത്ത് ഇട്ടിട്ട് ഇവർ ഈ പ്ലേറ്റ് വെക്കാനായിട്ട് ഇവരുടെ ടൂൾസിൽ ഇങ്ങനെ വിരലിൽ ഇങ്ങനെ നിന്നപ്പോ ഞാൻ വിചാരിച്ചു അവർക്ക് പറ്റിയില്ലെങ്കിൽ വാങ്ങിച്ച് വെക്കാം, ഇവര് എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവര് നിന്നുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്യായിരുന്നു. ഇവരിങ്ങനെ വിരലിൽ കുത്തി നിന്നിട്ട് എങ്ങി നിന്ന് പ്ലേറ്റ് അങ്ങോട്ട് വെച്ചു 2 പേരും. അത് കഴിഞ്ഞ് ഞങ്ങളും പ്ലേറ്റ് വെച്ചിട്ട് കഴുകാനായിട്ട് വാഷ് ബേസിന്റെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഹാൻഡ് വാഷ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഈ കുട്ടികളെ തന്നെ നോക്കുമായിരുന്നു. ഇവരാദ്യം കൈ സാധാ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി, അധികം വെള്ളമൊന്നും ഇങ്ങനെ തുറന്നൊന്നും വിടുന്നൊന്നുമില്ല. കൈ കഴുകി ടാപ്പ് അടച്ചിട്ട് ഹാൻഡ് വാഷ് എടുക്കുക. സാധാരണ കുട്ടികളൊന്ന് ഞെക്കി പീച്ചി നിറയെ ഹാൻഡ് വാഷ് എടുക്കും. ഇവർ ആവശ്യത്തിന് ഹാൻഡ് വാഷ് എടുത്തിട്ട് നല്ലപോലെ കൈ റബ്ബ് ചെയ്തിട്ട് ഈ ടാപ്പ് തുറന്ന് അവര് കൈ കഴുകുക. കൈയും വായും ഒക്കെ നല്ലപോലെ കഴുകിയിട്ട് 2 പേരും കൂടി ഇങ്ങനെ പോവുക കേട്ടോ. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു ഗുഡ് ബോയ്കളാണ് കേട്ടോ എന്ന് ഇങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചിരിച്ചുകൊണ്ട് പോകും. ശരിക്കും അത് അവര് ചെറുപ്പം തുടങ്ങിയുള്ള അവരുടെ ശീലം തന്നെയാണ്. ഫുഡ് അവർ വേസ്റ്റ് ചെയ്തില്ല, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തില്ല. അവര് വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു, ഹാൻഡ് വാഷ് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു. ഈ ഹാൻഡ് വാഷ് ഇങ്ങനെ ഇത് 2 കയ്യിലും ആയല്ലോ. അപ്പൊ അവര് സോപ്പ് ടാപ്പിൽ പറ്റാതെ ഇങ്ങനെയൊക്കെ പിടിച്ചാണ് അത് തുറന്നത്. നമ്മളുടെ ഉള്ളിൽ മോണ്ടിസോറി മെത്തേഡ് ആയത് നമ്മൾ ഹെൽപ്പ് ചെയ്യണത് നോക്കാം, എന്താ അവർക്ക് പറ്റിയില്ലെങ്കിൽ ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു നോക്കിയത്. ഉള്ള ഇതായിട്ട് തന്നെ കുട്ടികൾ ചെയ്തു. നെക്സ്റ്റ്, വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്ന വേരിയസ് ഏജൻസീസ്. നമുക്ക് ബുക്സ് വായിച്ചാൽ കിട്ടും അല്ലെ? എന്തൊക്കെയാണ് ആരോഗ്യമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്ന ബുക്സ് അല്ലെങ്കിൽ മാഗസീൻസ്? ആരോഗ്യമാസിക, ആരോഗ്യ കേരളോ ആരോഗ്യമാസിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ടല്ലേ. മനോരമയുടെ ഉണ്ട്, മാതൃഭൂമിയുടെ അങ്ങനെയൊക്കെ. പിന്നെ ഇംഗ്ലീഷിലും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഹെൽത്ത് അങ്ങനെ എന്തോ പറഞ്ഞു, ഹെൽത്ത് ലൈൻ. പിന്നെ ചാർട്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീൻ സിറ്റുവേഷൻ. ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ ചാർട്ടും പോസ്റ്റേഴ്സ്. ഇപ്പൊ കുറച്ച് ഹൈ എൻഡിലുള്ള ഹോസ്പിറ്റലുകളിൽ ചാർട്ടും പോസ്റ്റേഴ്സും അല്ല, അതിന് പകരം എന്താ, ഡിജിറ്റലായിട്ട് ടിവിയിൽ വെച്ചിട്ടുണ്ടാവും. യെസ്, ഡിജിറ്റൽ ആയിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് TV വെച്ചിട്ടുണ്ടാവും. അതിലൂടെ ഓരോ വീഡിയോ, ഈ അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ അവര് ഷെയർ ചെയ്യും. ഞാനൊരു ദിവസം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്റെ മോൾക്ക് ഒരു കോഴ്സ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഹെൽത്ത് ചെക്കപ്പ് വേണമായിരുന്നു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അതിന് QR കോഡും കൂടെ വേണം റിസൾട്ടില്. അത് കിട്ടുന്ന ഹോസ്പിറ്റല് എറണാകുളത്ത് അതേ ഉള്ളൂ. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ നെഫ്രോളജിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണാം. അപ്പൊ ഡോക്ടറെ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ റിസപ്ഷനിൽ ഇരിക്കുന്ന, അവിടെ റിസപ്ഷനിൽ അപ്പൊ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പൊ വീഡിയോയിൽ കാണിക്കുന്നത് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കും. അപ്പൊ ഡോക്ടർ ചെന്ന് ചോദിക്കുവാണ്, എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിച്ചു. ആ കുട്ടി പറയണ, എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, അതിന് എനിക്ക് ടെൻഷനാ, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ അതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എപ്പോഴും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ അങ്ങനെ മാറില്ല. വന്നത് അത് പുറന്തള്ളി പോകാനുള്ള ഒരു മാർഗമാണ് വെള്ളം നിറയെ കുടിച്ച് യൂറിനിലൂടെ അതിനെ പുറത്തേക്ക് തള്ളാനായിട്ട് ഇതാക്കുക എന്നുള്ളത്. സൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ പ്രൊസീജിയർ തന്നെ ചെയ്യണം. അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു അവയർനെസ് ഈ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് അവര് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടി. ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ. ഇപ്പൊ ചാർട്ടും പോസ്റ്റേഴ്സും ഒക്കെ കുറച്ച്
സാധാ ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കും കാണുള്ളൂ, പിന്നെ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. എല്ലായിടത്ത് ബാക്കി ഇപ്പൊ ഡിജിറ്റലൈസ് ചെയ്തു ഹസിനെ പറഞ്ഞ പോലെ ആ ഒരു രീതി. പിന്നെ ഇപ്പൊ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് എല്ലാം ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നിങ്ങൾ ഉണ്ടാക്കിയല്ലോ. ചാർട്ടിൽ ചെയ്തവരുണ്ടാകും, പ്ലക്കാർഡ്സ് പോലെ ചെയ്തവരുണ്ടാവും, നോട്ട്ബുക്കിൽ ഒട്ടിച്ചവരുണ്ടാവും, അങ്ങനെ ഏതെങ്കിലും വരച്ചവരുണ്ടാവും. അങ്ങനെ 7 കാർഡാണ്, 7 പിക്ചേഴ്സ് ആണ് നമുക്കുള്ളത്. അത് ശരിക്കും ഒരു ഹെൽത്തി ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിന്റെ ഒരു റൂള് തന്നെയാണ് അല്ലെ. 1, 2, 3 എന്ന് പറഞ്ഞ 7 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചർ ഫിലിമും റേഡിയോ പ്രോഗ്രാംസും, റേഡിയോയില് ആരോഗ്യ കേരളവും, ഡോക്ടറോട് ചോദിക്കാനോ ഡോക്ടറോട് സംസാരിക്കാനോ, അതുപോലെ തന്നെ ടിവിയിലും പ്രോഗ്രാംസ് ഉണ്ടല്ലേ, ഹെൽത്ത് ലൈഫ് ലൈൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് കുറെ നേരം പല അസുഖങ്ങളെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബ് ഡോക്ടേഴ്സ് ആണെന്ന് അറിയാം. ഇത് ഒതന്റിക് ആയിട്ടുള്ളവരെ തന്നെ ഫോളോ ചെയ്യുക, അല്ലാതെ അതും ഇതും പറയുന്നവരെ ഫോളോ ചെയ്യാതിരിക്കും. അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി വരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരുന്ന വേരിയസ് ഏജൻസീസ് ഏതാണ് കളക്ട് ചെയ്യുക. ഇപ്പൊ ബുക്സ് ആണെങ്കിൽ ബുക്കിന്റെ പേര്, പിന്നെ മൂവി ആണെങ്കിൽ മൂവിയുടെ പേര്, റേഡിയോ പ്രോഗ്രാംസ് ആണെങ്കിൽ റേഡിയോ, ജസ്റ്റ് നെയിം മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല. യൂട്യൂബ് ചാനലിന്റെ പേരാണെങ്കിൽ അങ്ങനെ ആ നെയിം മാത്രം മതി. ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ മാം? ക്വസ്റ്റ്യൻ ആ മുകളിലത്തെ സെന്റൻസിലെ വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഓക്കെ ഓക്കെ, 1, 2, 3, 4 എഴുതിക്കണതിന്റെ തൊട്ട് മുകളിലത്തെ ആ സെന്റൻസ് അത്രേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് കളക്ട് ചെയ്യുക ആ പേര്. ഫീച്ചർ ഫിലിം കുറെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വൈറസ് ഒക്കെ. അതിന്റെയൊക്കെ പേരുകൾ നമ്മൾ ബുക്കിലാണോ എഴുതണ്ടേ? നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചാൽ മതി, നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചാൽ മതി ആ പേരുകൾ. ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, പിക്ചർ കളക്ട് ചെയ്തിട്ട് ആ നെയിം പേര് ബുക്കിൽ എഴുതിയാൽ മതിയല്ലേ അല്ലേ? ഏതൊക്കെയാണ്? അല്ല, ഇതിന്റെ പിക്ചർ ഒട്ടിക്കണോ? പിക്ചറായിട്ട് ശേഖരിക്കാൻ പറഞ്ഞു. പേര് മാത്രം മതി. ആ ബുക്സിന്റെ പേര്, മൂവിയുടെ പേര്, ബുക്ക് എഴുതിയവരുടെ പേര് കൂടെ എഴുതേണ്ടി വരുമോ? ബുക്കൊക്കെ ആണെങ്കിൽ കളക്ട് ചെയ്യണമെങ്കിൽ. മാഗസീൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ആരോഗ്യ കേരളം, ആരോഗ്യ മാസിക, അങ്ങനെ ഓർഡർ ഒന്നും ഇല്ലല്ലോ. അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണെങ്കിൽ എഴുതിക്കോളൂ. നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. ഓക്കെ, പിന്നെ ഫീച്ചർ ഫിലിം, ആ ഫിലിമിന്റെ കാര്യം അത് പറഞ്ഞപ്പോ ഞാനൊരു ഹിന്ദി മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ സ്ലം ഏരിയയില് ടോയ്ലറ്റ്സ് ഇല്ലാത്ത കുറെ ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുക. അവർക്ക് ടോയ്ലറ്റ് ഇല്ല. ഇവര് റെയിൽവേ സ്റ്റേഷനോട് അടുത്താണ് ജീവിക്കുന്നത്. അപ്പൊ ടോയ്ലറ്ററി പർപ്പസിന് ഇവര് പോകുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ യാർഡാണ്. എന്ന് വെച്ചാൽ കുറെ ബോഗികൾ കിടക്കുന്ന സ്ഥലം, അവർക്കൊരു മറ പോലെയുണ്ട്. അവിടെയാണ് ഇവര് ടോയ്ലറ്ററി പർപ്പസിന് വേണ്ടിട്ട് പോകുന്നത്. ഹിന്ദി മൂവി ആയിരുന്നു കേട്ടോ. അത്ര ലൈം ലൈറ്റിലുള്ള ആൾക്കാരൊന്നും അല്ല അതിനകത്ത് അഭിനയിക്കുന്നവര്, എനിക്കതിനെ അറിയില്ല. അപ്പം അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നത് ഈ റെയിൽവേ യാർഡിന്റെ അടുത്തേക്കാണ്. സ്ത്രീകൾ പൊതുവെ പകൽ വെളിച്ചത്തിൽ പോവില്ല, അവര് രാത്രിയാണ് പോകുന്നത്. കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നുമോ മൂവി കേട്ടോ. അപ്പൊ അവിടെ ഒരു അമ്മയും മകനും ജീവിക്കണ്ടായിരുന്നു. അച്ഛനില്ല കുട്ടിക്ക്, മകനൊരു 6 വയസ്സ് പോലും ഇല്ല, അത്ര ചെറിയ മോനാ, വളരെ ക്യൂട്ടായിട്ട്. അപ്പൊ ഈ അമ്മ സ്ത്രീകളെല്ലാരും കൂടി ഇങ്ങനെ ടോയ്ലറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് രാത്രിയാകുമ്പോ പോകും. അപ്പൊ ഈ കൊച്ചിന്റെ അമ്മ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോ ഒരാള് ഈ കുട്ടിയുടെ അമ്മയെ ഉപദ്രവിച്ചു. അവർക്ക് ഭയങ്കര ഷോക്കായത്. ഒരു വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. കൊച്ചു വിചാരിച്ചത്, അങ്ങനെ ടോയ്ലറ്റിന് പോയതാണല്ലോ, ടോയ്ലറ്റ് ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് സങ്കടമായി, അമ്മ കരയുവാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മോൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ താമസിക്കുന്ന ഏരിയയില് ഒരു കുന്ന് പോലൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവൻ നാച്ചുറൽ ആയിട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കുക. ഒരു കുഴി ഒക്കെ കുത്തി വെച്ച് വലിയ 4 കമ്പൊക്കെ കൊണ്ടുവന്ന് 4 പില്ലർ പോലെ 4 കമ്പ് വെച്ച് അമ്മയുടെ പഴയ സാരി കൊണ്ടുവന്ന് മറച്ചു. എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് അവൻ അവിടെ കൊണ്ടുവച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കുക. ഈ മോൻ ചെറിയൊരു മോൻ കേട്ടോ. അവൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരുവാ ഈ ടോയ്ലറ്റ് കാണിക്കാനായിട്ട്. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റുള്ള ഏരിയ. ഇവന്റെ അമ്മ അവിടെ വന്നത് കണ്ടപ്പോഴേക്ക് കാറ്റ് വന്ന് ഈ സാരിയും പറന്നു പോകും, ഈ കുത്തി വെച്ച കമ്പൊക്കെ മറിഞ്ഞു പോകും. കുഞ്ഞു കുട്ടിയല്ലേ, അവൻ അത്രയ്ക്കല്ലേ അറിയുള്ളൂ. കാരണം നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഫീല് വരുന്നൊരു മൂവിയാണ്. അപ്പൊ അവനിത് എന്ത് ചെയ്യും, അമ്മയ്ക്ക് ടോയ്ലറ്റ് വേണമല്ലോ. അപ്പൊ അങ്ങനെ ആരോടൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഇതാക്കിയിട്ട്
ഈവൻ ലോക്കൽ അതോറിറ്റീസിനെ അടുത്ത് ചെല്ലുക ഓഫീസിൽ. അപ്പൊ അവിടെ ക്ലർക്കുമാരിരിക്കുന്നുണ്ടാവും. കാരണം എവിടെയോ ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടാണ് ഇവരുടെ അടുത്ത് ചെല്ലുന്നത്. ലോക്കൽ അതോറിറ്റി ഉണ്ടോ, മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കോർപ്പറേഷനോ അങ്ങനെ പോലെയല്ല. അവിടെ ചെന്നിട്ട് അവൻ പറയുവാണ്, ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല, ടോയ്ലറ്റ് വേണമെന്ന് പറയുവാണ്. അപ്പൊ ആ ഇരുന്ന ഓഫീസിൽ ഇരുന്ന ആ ജോലിക്കാർ ഇവരെ കളിയാക്കും. അതിന് ചില പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടിയല്ലേ, കുട്ടിയാന്ന് പറഞ്ഞ ഇവരെ കളിയാക്കും. അപ്പം ഇവന് പക്ഷെ കളിയാക്കുന്നതൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഇവൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ടോയ്ലറ്റ് വേണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പോയി പ്രധാനമന്ത്രിയോട് പറയാൻ, ഇങ്ങനെ കളിയാക്കി പറയും. പക്ഷെ ഇവനത് സീരിയസ് ആയിട്ട് എടുക്കും. ഇവൻ പറയാം എന്നാ പ്രധാനമന്ത്രിയോട് പറയാം എന്ന് കരുതിയിട്ട് ഇവനും ഫ്രണ്ട്സും കൂടെ ഇത് പ്രധാനമന്ത്രിയെ എങ്ങനെ അറിയിക്കും. അപ്പൊ പറയും നമുക്കൊരു കത്ത് എഴുതാം പ്രധാനമന്ത്രിക്ക്, എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി ആ കത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരിരുന്ന് കത്ത് എഴുതുക പ്രധാനമന്ത്രിക്ക്. കത്തിന്റെ കണ്ടന്റ് ഒക്കെ ഭയങ്കര ടച്ചിങ് ആട്ടോ. പ്രധാനമന്ത്രിക്ക് എഴുതുവാണ്, അങ്ങയുടെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടോ, അങ്ങയുടെ അമ്മയ്ക്ക് പോകാനായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ, ഇവിടെ എന്റെ അമ്മയ്ക്ക് ടോയ്ലറ്റ് ഇല്ല കാരണം അമ്മ ഭയങ്കര വിഷമത്തിലാണ്, അമ്മ കരഞ്ഞു, ഞങ്ങളുടെ അവിടെ ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ടാക്കി തരുന്ന വളരെ നിഷ്കളങ്കമായിട്ട് കത്തെഴുതുവാണ്. ഇവർക്ക് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ കയറി പോകണം. അങ്ങനെ ഇവര് ട്രെയിനിന്റെ ടിക്കറ്റ് ഒന്നും എടുക്കാൻ കാശൊന്നും ഇല്ലല്ലോ. ഒരു 3-4-5 പേര് ചേർന്നിട്ട് ട്രെയിനിൽ അങ്ങ് കയറുക, ടിക്കറ്റ് ഒന്നും എടുക്കാതെ. ട്രെയിനിൽ കയറിയിട്ട് ടി വരുമ്പോൾ ഒളിച്ചൊക്കെ ഇരിക്കും, അങ്ങനെയാണ് കാണിക്കുക. ട്രെയിൻ കയറി അവിടെ വന്ന് ഇറങ്ങി പ്രധാനമന്ത്രി ഇരിക്കുന്നതൊക്കെ ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചു മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി തടയും. കുഞ്ഞുങ്ങൾ പറയും ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണണം, ഈ കത്ത് കൊടുക്കാനെല്ലാം പറഞ്ഞിട്ട് ഈ ലെറ്റർ ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ PA അതിലെങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ അയാൾക്കൊരു കൗതുകം തോന്നും. അയാൾ വേഗം അങ്ങോട്ട് ചെല്ലും. അങ്ങനെ 3-4-5 കുഞ്ഞു കുട്ടികൾ ചെല്ലും. എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ പറയും ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ വന്നത്. ഈ എന്തിനാന്ന് വെച്ചാൽ ഈ കത്ത് കൊടുക്കാനാന്ന് പറയും. അയാള് വേഗം ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് കൊടുക്കും കുട്ടികൾ. അയാൾ വായിച്ചു നോക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നും. പക്ഷെ എന്നാലും പെട്ടെന്ന് അയാൾ ചിന്തിക്കും. കാരണം വളരെ നിഷ്കളങ്കമായി എഴുതിയതാണെങ്കിലും അതിന്റെ ഒരു പർപ്പസ് അയാൾക്ക് മനസ്സിലാകും. അയാൾ പറയും ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തോളാം, നിങ്ങളുടെ കാര്യം സാധിക്കും ഒക്കെ പറഞ്ഞ് കുട്ടികളെ തിരിച്ച് പറഞ്ഞു വിടുവാണ്. അതിൽ നിന്നൊരാളെ ഏൽപ്പിച്ചിട്ട് അവരെ തിരിച്ചു വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൊണ്ട് ഇയാൾ ചെന്നിട്ട് അത് കഴിഞ്ഞ് കുട്ടികൾ വീട്ടില് നാട്ടിൽ തിരിച്ചെത്തി പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്നുള്ള സന്തോഷത്തിൽ വരികയാണല്ലോ. അപ്പൊ ഇങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവൻ പോയി കണ്ട ലോക്കൽ അതോറിറ്റി ഓഫീസിലെ സ്റ്റാഫില്ലേ, അവര് രണ്ടുപേരും ഇവനെ അന്വേഷിച്ചു വരുവാ. കാരണം പ്രധാനമന്ത്രിയുടെ അവിടുന്ന് ഇവർക്ക് അപ്പൊ തന്നെ കോള് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് പോയി അവിടെ നോക്കി അവിടെ ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് പണിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാഫ് ഇവിടെ വന്ന് അന്വേഷിച്ച് സ്ഥലമൊക്കെ ഇതാക്കി അവിടെ കുറേ ടോയ്ലറ്റ്സ്, അവിടെ എത്ര ആൾക്കാരുണ്ടോ അവർക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ടോയ്ലറ്റ്സ് നിറയെ വെള്ളവും ഒക്കെ ആയിട്ട് ടോയ്ലറ്റ്സ് അവിടെ പണിത് കൊടുക്കുന്നതാണ്. ആ മൂവി എൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ഇടപെടൽ മൂവി ആണെങ്കിൽ പോലും നമ്മൾക്ക് തോട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. നല്ലൊരു മൂവി ആയിട്ട്. അപ്പൊ അതൊരു ഹെൽത്ത് റിലേറ്റഡ്, കാരണം ഇവിടുത്തെ ഹൈജീൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഞാൻ ലൈം ലൈറ്റിലൊന്നും വരാത്ത ഞാൻ യൂട്യൂബിലാണ് കണ്ടത്, പേര് മറന്നുപോയി. പ്രധാനമന്ത്രിക്കോ ചിട്ടിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു പേര്, ഓർക്കണില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ആർക്കും അത് ഇഷ്ടപ്പെടില്ല, കാരണം അത്ര ഗ്ലാമർ മൂവിയൊന്നുമല്ല, കളർഫുൾ മൂവിയൊന്നുമല്ല. പക്ഷെ ഞാൻ അത് ഒരു ഒറ്റ സ്ട്രെച്ചിന് ഇരുന്ന് കാണാൻ തോന്നി. അത്ര എന്തോ ആ കുഞ്ഞുങ്ങളുടെ രീതി അതിനകത്തുണ്ടായിരുന്നു. നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ. നമ്മൾ ഓൾറെഡി ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോ നമ്മൾ പേഴ്സണൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അല്ല ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? ഞാൻ വായിക്കട്ടെ മാം. Personal hygiene. The human body can provide places for diseases causing germs and parasites to grow and reproduce. These places include the skin and in and around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene habits. Personal hygiene may be described as a principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards
that they have been taught or they learn from others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we have to develop good hygiene habits in children. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ശരിക്കും അസുഖങ്ങൾക്ക് നല്ല സുഖമായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെ. ചിലപ്പോൾ പാരസൈറ്റ്സ് വരെ ഉണ്ടാവും നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അണുക്കളും പാരസൈറ്റ്സ് നമുക്കറിയാം. നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല, മുഴുവൻ ഇതുങ്ങള് വലിച്ചെടുക്കും. ഇത്തിൽക്കണ്ണികൾ എന്നൊക്കെ പറയണ പോലെ അത് ഇങ്ങനെ പെറ്റ് പെരുകുന്ന പറയുന്നത് ഈ അണുക്കൾ. ചില അണുക്കളൊക്കെ ബോഡിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മളത് ഹെൽത്തി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ അത് സ്കിന്ന്, അതൊരു ഓപ്പണിംഗ് ആയിട്ടുള്ള ബോഡിയുടെ പാർട്സ് ആണ് അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈവൻ പോട്ട് വാ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മളതൊന്ന് കവർ ചെയ്യണം. കാരണം എയറിലൂടെ അത്രയും അണുക്കൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ സ്പേസിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് ഉണ്ട് അല്ലെ, നമ്മൾ പ്രൊട്ടക്ട്. നമ്മുടെ നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു ഹെയർ ഗ്രോത്ത് പോലെയുണ്ട്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പലതും നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് അതും ഇതാക്കി തന്നെ പല അണുക്കളും ബാധിക്കാനുള്ള കാര്യങ്ങൾ. നല്ല പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ഉള്ള ആളുകളിൽ ഇങ്ങനെ പെട്ടെന്ന് അവര് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്ന സാധ്യത വളരെ കുറവായിരിക്കും. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം, ശുചിത്വം, വ്യക്തി ശുചിത്വം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല നീറ്റായിട്ട് എപ്പോഴും നമ്മുടെ ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്ടിനെ പ്രിപ്പയർ ചെയ്യുക, ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കോംപ് ചെയ്ത് വെക്കുന്നു, നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത്, അങ്ങനെ നമ്മൾ നമ്മുടെ വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുന്നത്. പേഴ്സണൽ ഹൈജീൻ പേഴ്സണൽ തന്നെയാണ്. പക്ഷെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് അല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അതുപോലെ വീട്ടിൽ പ്രായമായ വ്യക്തികളുണ്ട്, അവർക്കും തന്നെ കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് നല്ല ഹൈജീൻ ഉണ്ടെങ്കിലാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഓരോ ആളുകൾക്കും അവരുടേതായ ഹാബിറ്റ്സും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എല്ലാം ഉണ്ടായിരിക്കും. അത് അവര് മറ്റുള്ളവരിൽ നിന്നും പഠിച്ച് ചെറുപ്പത്തിലേ കണ്ട് മനസ്സിലാക്കി ചെറുപ്പത്തിലേ ശീലിച്ച് പഠിച്ചു വന്നതായിരിക്കും. ഗുഡ് ഹെൽത്തിന്റെ നല്ലൊരു പ്രൊമോഷൻ അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിരിക്കും. ഈ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകും, നമ്മുടെ സ്ലീപ്പിംഗ്, ഉറക്കത്തിന്റെ രീതികളിൽ ഉണ്ടാവും. എല്ലാത്തിനും ഈ ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വരുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബോഡി ക്ഷീണിച്ചു പോകും, നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അല്ലെ. അപ്പം ഗുഡ് പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കുട്ടികളിൽ ഇങ്ങനെയുള്ള ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് വളർത്താനായിട്ട് പറ്റും. അതിന്റെ കുറെ പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഒന്ന് റീഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ആർക്കെങ്കിലും അത് പ്രസന്റേഷൻ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് ബ്രീഫ് ചെയ്തിട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക കേട്ടോ. കാരണം ആസ് എ ടീച്ചർ നമുക്ക് വേണ്ടുന്ന ഒരു കഴിവാണ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ലാംഗ്വേജ് കൂടുതൽ ബെറ്റർ ആക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് ക്ലിയർ ആകണം, ഒരു ക്ലാരിറ്റി ഉണ്ടാകണം നമ്മുടെ ഭാഷയിൽ. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, നമുക്ക് പ്രസന്റ് ചെയ്ത് നോക്കണം, നമ്മൾ പറഞ്ഞു നോക്കണം. കണ്ണാടിയുടെ മുമ്പിലാണെങ്കിൽ പറഞ്ഞു നോക്കണം, അപ്പോഴാണ് നമുക്കത് കറക്റ്റ് വരുള്ളൂ. വേറൊരാളിലേക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ എത്തിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്, അതുപോലെ തന്നെ ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. വൺസ് ഫോം ചെയ്താൽ അത് നമ്മൾക്ക് ശീലമാവും അല്ലെ, അങ്ങനെ ഇരിക്കും. അപ്പൊ ഗുഡ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ അത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. നമ്മളിത് പറയൂ കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇങ്ങനെ ഒന്ന് ബ്രീഫ് ചെയ്യാം. പിന്നെ ക്ലീൻ ബോഡി സ്കിൻ, നമ്മൾ പറഞ്ഞു നേരത്തെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ബോഡിയുടെ, പല ഭാഗവും ഓപ്പൺ ആണ്, ഒരു സർഫസ് ആണ്. അപ്പൊ അത് എപ്പോഴും പല അണുക്കള് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കി തന്നെ വെക്കും, കുളിക്കും, നീറ്റായിട്ടുള്ള വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നീറ്റ്നെസ്, മുടി കോംപ് ചെയ്ത് വെക്കുന്നത്, നെയിൽസ് കട്ട് ചെയ്യുന്നത്, മുടി ട്രിം ചെയ്യുന്നത്,
അതുപോലെ തന്നെ പല്ലിന്റെ വൃത്തി, ഇതെല്ലാം ആ നീറ്റ്നെസ് ആൻഡ് നല്ലപോലെ നമ്മൾ കഴുകി എപ്പോഴും മുടി വാഷ് ചെയ്ത് കോംപ് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ നമ്മൾ ചീകി വെക്കണം, നല്ലപോലെ ബ്രഷ് ചെയ്യണം പല്ല്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇയർ, ഐസ്, നോസ് ആൻഡ് ത്രോട്ട്, ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണ് അല്ലെ, ഐസ്, നോസ് ആൻഡ് ത്രോട്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മുടെ ഓർഗണിലെ. കണ്ണ് അല്ലെങ്കിൽ നമുക്ക് കാഴ്ചയിൽ അത് ബുദ്ധിമുട്ട് വരും, കണ്ണിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ. ചെവിയാണെങ്കിലും നമ്മുടെ കേൾവിയെ ബാധിക്കാം. പിന്നെ നമ്മുടെ ഒരു സെൻസ് ഓർഗൻസും കൂടിയാണ് ഇതെല്ലാം. മൂക്ക്, അതുപോലെ തന്നെ ത്രോട്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി, ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്ന പോലെ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരുമല്ലോ. അപ്പൊ നമ്മുടെ ഒരു ആയുധം, നമ്മുടെ ശബ്ദത്തിന്റെ പാട്ടുകാരൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ടല്ലോ, അവരുടെ ശബ്ദമാണ് അവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന പോലെ. അപ്പം എപ്പോഴും കണ്ണുകൾ എപ്പോഴും നല്ലപോലെ വാഷ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കണം. കാരണം ഡ്രൈനെസ്, അത് ഏജ്ഡ് ആകുമ്പോഴേക്കും ഡ്രൈനെസ് പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെയാണ് മൂക്കിന്റെയും ത്രോട്ടിന്റെയും ഒക്കെ കാര്യം. ഇത് മൂക്കും ചെവിയും അതുപോലെ തന്നെ മൗത്തും എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ ഡ്രസ്സ്, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഓരോ സീസൺ അനുസരിച്ച് അങ്ങനെ നീറ്റും ക്ലീനും ആയിരിക്കണം. നമ്മുടെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കോട്ടൺ ക്ലോത്തും ലിനൻ, കോട്ടൺ, ജൂട്ട് അങ്ങനെയുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സാണ് കൂടുതൽ നമുക്ക് ചേരുക. കാരണം എപ്പോഴും ചൂട് നമുക്കുണ്ട്. ഈവൻ മഴയുള്ള സമയമാണെങ്കിൽ പോലും, മഴയൊന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ നമുക്ക് ചൂട് തന്നെയാണ്. പിന്നെ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നത്, കുട്ടികൾ അത് ചെറുപ്പം തുടങ്ങിയേ ശീലിപ്പിക്കുക. അവര് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഈവൻ കോട്ടുവ ഇടുമ്പോ യോണിങ് ആ ഒരു സമയത്തും ഓപ്പൺ ആകുന്ന സമയമാണ്, ആ ഒരു സമയത്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ശരിക്കും ആളുകളെ ഇതെല്ലാം ശീലിപ്പിക്കുന്നതും. അവർക്ക് സ്വയം ഞാൻ ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അസുഖങ്ങൾ വരും, അങ്ങനെയുള്ള രീതിയിൽ. വൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റെമഡി, മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളതും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് കൂടുതലായിട്ട് പറയാം. ഇങ്ങനെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തു. നമ്മൾക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ്, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളാണ്. യെസ്, കാര്യങ്ങളുണ്ടോ? ചേട്ടാ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് പറഞ്ഞു വന്നാലും മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ടാണോ ക്ലാസ് എടുക്കണ്ടേ? പേഴ്സണൽ ഹൈജീൻ പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് പോയിന്റ്സ് കണ്ടില്ലേ, ഈ ബുള്ളറ്റ് പോയിന്റ്സ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും പറ്റുന്നവരെല്ലാം പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഇത് സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പൊ ഈ ഒരു പാർട്ടിൽ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. യൂണിറ്റ് 1 ഞാനല്ലോ എടുത്തേ, ആണോ? അല്ല, യൂണിറ്റ് 2 അല്ലേ, തന്നേക്കാം. പിന്നെ എന്താ പറയാ, ഈ പാർട്ട് 1 ഇനി ചാപ്റ്റർ ഏതൊക്കെ ബാക്കിയുണ്ട്? കഴിഞ്ഞു. ചൈൽഡ് വെൽഫെയർ, മാൽ ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്, അതൊക്കെ ഉണ്ട്. ഫുഡ് ന്യൂട്രീഷൻ അത് രണ്ട് കഴിയുന്നതോടുകൂടി ഈ ഒരു പാർട്ട് കഴിയോ? പാർട്ട് 1 കഴിയോ? 6 യെസ്, അത് ഞാൻ എടുക്കണ്ടേ. മിസ് എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയോ? എത്ര പേപ്പർ ആയിരിക്കും എന്നുള്ളത്? ഇപ്പൊ മോഡ്യൂൾ 1 അതിന്റെ ഒരു PDF നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? പക്ഷെ ഞാൻ ചോദിക്കണത്, ഇപ്പൊ നമുക്ക് 3 മിസ്സുമാരുണ്ട്, ഒരു സാർ എടുക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ ഇങ്ങനെ ഒന്നിച്ചായിരിക്കും വരുന്നത്? മിസ്സുമാരെല്ലാരും കൂടെ ഒരൊറ്റ പേപ്പർ ആയിരിക്കോ? സാറിന്റെ വേറെ പേപ്പർ ആയിരിക്കോ? സാർ ഇംഗ്ലീഷല്ലേ എടുക്കുന്നത്? ഇംഗ്ലീഷ് മോഡ്യൂൾ 2 ആണ് അല്ലേ? മോഡ്യൂൾ 2 ആണ് ഇംഗ്ലീഷ്. അത് ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ്. മോഡ്യൂൾ 1 6 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ പാർട്ട് 1 ആണ് ആദ്യത്തെ സബ്ജക്ട്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 8 വരെ. പാർട്ട് 2
10 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ 1 തുടങ്ങി 5 വരെയുള്ള യൂണിറ്റ്സ് രണ്ടാമത്തെ സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ്. 6ാമത്തെ യൂണിറ്റ് തുടങ്ങി 10 വരെ സൈക്കോളജി. പിന്നെ പാർട്ട് 3 ഇതുപോലെ തന്നെ 10 യൂണിറ്റ്സ് ഉണ്ട്. അതിലെ 5 യൂണിറ്റ്സ്, അത് ഓർഡറിലല്ല, 5 യൂണിറ്റ്സ് ചേർന്നിട്ട് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ബാക്കി 5 യൂണിറ്റ്സ് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. പിന്നെ പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ സബ്ജക്ട്. അപ്പൊ ടോട്ടൽ 6 സബ്ജക്റ്റ് ആണ് മോഡ്യൂൾ 1 വരുന്നത്. പ്ലസ് മോഡ്യൂൾ 2 ഇംഗ്ലീഷ് 7ാമത്തെ സബ്ജക്ട്. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണ്. ഡോക്ടർ മോണ്ടിസോറി ഓതന്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത്, അതാണ് മോഡ്യൂൾ 3 വരുന്നത്. ഈ മോഡ്യൂൾ 3യുടെ ഒരു ബ്രീഫിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു റെക്കോർഡ് PDF വന്നിട്ടില്ലേ അത്? കാരണം ഓൾറെഡി മോഡ്യൂൾ 3 നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ റെക്കോർഡിൽ എഴുതി വെക്കണ്ടല്ലോ, ആവശ്യത്തിന് മാത്രം റെക്കോർഡിൽ എഴുതിയാൽ മതിയല്ലോ. അത് അത്രയും സിമ്പിൾ ആക്കി അത് തന്നിട്ടുണ്ട്. പിന്നെ മോഡ്യൂൾ 1 പാർട്ട് 3 ഇല്ലേ, മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, ഫിലോസഫി, ആ ഭാഗം വരുമ്പോഴാണ് അതിന് പാരലൽ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തു തുടങ്ങും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ ഓൾമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 25-26 മെറ്റീരിയൽസ് കാണുമായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് ആക്ടിവിറ്റി ചെയ്യണം. നിങ്ങൾക്കത് ഓൺലൈനായിട്ട് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ നേരിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു സ്പേസും തരും. പാർട്ട് 3 തിയറി പാർട്ട് എടുക്കുന്നതിന് പാരലൽ ആയിട്ട് ഈ പ്രാക്ടിക്കൽ സെഷനും തുടങ്ങും. ഓൺലൈനിലായിട്ട് സാധനങ്ങൾ കിട്ടുമോ ഞങ്ങക്ക്? എന്തോ ഓൺലൈനായിട്ട് ആ സാധനങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. ഡെമോൺസ്ട്രേഷൻ ഓൺലൈനായിട്ട് അതിന്റെ ഓരോ മെറ്റീരിയലും എങ്ങനെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അതുകൊണ്ട് എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്, ആ രീതിയിൽ ഡെമോൺസ്ട്രേഷൻ തരും. നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നത് നേരിട്ട് വരുമ്പോൾ അതിനൊരു ഡേറ്റ് സാറ്റർഡേസ് ആയിരിക്കും. അത് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാം. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യാം. കണ്ടിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ നല്ല രീതിയിൽ തന്നെ ക്ലാസ് തരും, പക്ഷെ നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് നേരിട്ട് വന്ന് ചെയ്യാം. ക്ലിയർ ആയോ? കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഞാൻ പറയാം. ഇതൊരു PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ഓരോ സബ്ജക്ട് വൈസ് മാർക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ ചോദിക്കട്ടെ. കൊടുക്കാത്തതാണോ വിട്ടുപോയതാണോ എന്നുള്ളത്. മാം തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അതിലുണ്ട് പ്രാക്ടിക്കൽ സെഷന്റെ മാർക്കും തിയറിയുടെ മാർക്കും. ഓക്കെ മാം, താങ്ക് യു. Thank you, Miss. Thank you. Thank you, ma'am. Thank you, Miss. Thank you, Ma'am. 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 Bye.